9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125
ഒളിക്കാനുള്ളൊരു സ്ഥലം മേലാണ് കവാട്ട് തുറന്നത്. നിന്റെ എന്താ മോളെ, എന്തിനാ കരയുന്നേ? പറയൂ, എന്തുണ്ടായി? ഞാൻ കളിക്കാൻ ഓഫീസ് മുറി കയറിയപ്പോ ഉഷാന്റെ അമ്മ എന്നെ ഇവിടെ പിടിച്ച് പിച്ചി. താഴത്ത് നടക്കുന്ന വല്ലതും കൊച്ചം പറയുന്നുണ്ട്, പുറത്തു പറയാൻ കൊള്ളില്ല. ആ പെണ്ണും പിള്ളേ മകള് വന്നു കയറി അന്ന് തുടങ്ങിയതേ കുഞ്ഞുങ്ങളുടെ കാലക്കേട്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല കുഞ്ഞെ. ഇല്ല, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. എന്റെ കുടുംബജീവിതം തകർക്കാനാണോ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്? ഇത് നല്ല കൂത്ത്. നിന്റെ കുടുംബജീവിതം ആര് തകർത്തുന്ന നീ പറയുന്നത്? ആര് തകർത്തുന്നോ? ചെന്ന് നോക്കൂ, എന്റെ ഭർത്താവിന്റെ കൂടെ നിങ്ങളുടെ മോള് കിടക്കുന്നത് നിങ്ങൾക്കത് അറിഞ്ഞുകൂടല്ലേ? ഓ, ഇതാണോ കാര്യം? എന്റെ മോക്കെ, നിന്റെ ഭർത്താവിന്റെ ആവശ്യമൊന്നുമില്ല. അവൾക്ക് 100 പേരെ കിട്ടും. പിന്നെ അവനവളുടെ മുറച്ചെറുക്കനല്ലേ, എന്തെങ്കിലും കളി തമാശയൊക്കെ പറഞ്ഞിരിക്കും. അതിനകത്ത് ചാടേണ്ടിരിക്കുന്നു. തമാശയാണല്ലേ തമാശ? പ്രായമായ പെണ്ണൊരു പുരുഷനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണോ നിങ്ങളുടെ തമാശ? ഈ നിമിഷം മകളെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങാം. അത് പറയാൻ നീ ആര്? ഇവരോട് ഇവിടെ ഇറങ്ങിപ്പോകാൻ പറയാൻ നീ ആരാണെന്നാ ചോദിച്ചത്? നിങ്ങളുടെ ഭാര്യ. ഭാര്യ? ആ വാക്ക് പറയാൻ നിനക്ക് അർഹതയുണ്ട്. നിന്റെ ഇഷ്ടം പോലെ നീ നടന്നില്ലേ, എന്റെ ഇഷ്ടത്തിന് ഞാനും ജീവിക്കും. അതെന്റെ കണ്ണുമ്പിൽ നടക്കില്ല. യു ബ്ലഡി. ശബ്ദിച്ചു പോകരുത്. ശബ്ദിച്ചാൽ എല്ലാത്തിനും ഞാൻ കൊന്നുകളയും. കരയാതെ മോളെ, മോൾ കരയാതെ. കുഞ്ഞിനെ തല്ലിയോ? കാര്യം എന്താ കുഞ്ഞെ? എന്നെ എന്റെ വിധിയാ കുമാരേട്ട. മക്കളെ, അപ്പോ ബാലൻ എന്ത് പറഞ്ഞു? ബാലേട്ടന്റെ മനസ്സിന് വലിയ ടെൻഷൻ. കുറച്ചു ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ കുറച്ചു ദിവസത്തേക്ക് ഊട്ടിയിലോ കാശ്മീരിലോ എവിടെയെങ്കിലും മാറി താമസിക്കണം. ഞങ്ങൾ ഇന്ന് പോവാണ് മമ്മി. എങ്ങോട്ട്? തേക്കടിക്ക്. ഓ, നല്ല സ്ഥലമാ. നിന്റെ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനെ. സാറേ, നിങ്ങൾ പോയിട്ട് വരെ. ശരി മമ്മി. പിന്നെ ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത്. അറിഞ്ഞ് വേണ്ടതുപോലെ പെരുമാറിക്കൊള്ളാം. അത് എനിക്ക് ഓർമ്മയുണ്ട് മമ്മി. ഉഷേ, സ്വർണ്ണക്കടയിൽ പോകണ്ടേ? വേഗം വരൂ. എന്താ കുമാരൻ? കൊച്ചമ്മയ്ക്ക് വീട് വരെ ഒന്ന് പോയാൽ കൊള്ളാം. വയ്ക്കോട്ടെ. കുഞ്ഞുങ്ങളെ കൂടി അവർക്ക് സ്കൂളിൽ പോകണ്ടേ? ഇളയ കുഞ്ഞമ്മയെ കാണാതെ. ഇളയ കുഞ്ഞ് അല്ലേ? അത് നമ്മൾ തന്നെ കൊണ്ടുപോയിക്കോട്ടെ. നമ്മുടെ വണ്ടി. ആ വണ്ടി ഇന്ന് എനിക്ക് ആവശ്യമുണ്ട്.
വാങ്ങിക്കൂടി ബാലേട്ടാ. ബാല, എനിക്കൊരു അരഞ്ഞാണം കൂടെ വാങ്ങിക്കണം. 25 പവന്റെ അരഞ്ഞാണ എന്റെ ഇടിപ്പിക്കിടന്നതാ. ദാ ഇവളുടെ അച്ഛൻ ഊരിക്കൊണ്ടുപോയി ഇട്ട് കളഞ്ഞു. ശരി അമ്മായി, വാങ്ങിച്ചോണ്ട് വരാം. മമ്മി, വെള്ളി മതിയല്ലോ. അതെന്താടി, എനിക്കത്ര വയസ്സായി പോയോ? അവൻ ഇഷ്ടമുള്ളത് മേടിക്കും. നിങ്ങൾക്ക് സ്കൂളിൽ പോണ്ടേ മക്കളെ? പരീക്ഷ കഴിഞ്ഞാലുടനെ മമ്മി അപ്പൂപ്പനെ പറഞ്ഞു വിടാം. അപ്പൂപ്പന്റെ കൂടെ വന്നാ മതി. അറിയാതെ മക്കളെ, കുഞ്ഞിപ്പോ ഇവിടുന്ന് പോകുന്നത് അല്ലാതെ വേറെ മാർഗമില്ല അടിയമ്മേ. ഇതിൽ കൂടുതൽ സഹിക്കാൻ എനിക്ക് ശക്തിയില്ല. ഇനി ഇവിടെ നിന്നാൽ ഞാൻ എന്തെങ്കിലും കടുകൈ ചെയ്തിട്ട് പോകും. രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടണം. സജി പല്ല് തേക്കാൻ മടിച്ചു നിൽക്കും. അത് ശ്രദ്ധിക്കണം. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാൻ മുന്നേ. നീനെ സജി രാവിലെ എഴുന്നേക്കാൻ മടിക്കരുത്. നാണിയമ്മ പറയുന്ന അനുസരിക്കണം. ഡാഡിയെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത്. ഇല്ല മമ്മി. അമ്മായി ഉഷയിരിക്കുന്നിടത്ത് പോകരുത്. ഇല്ല മമ്മി. ഇങ്ങ് തരൂല്ലേ? കുമാരേട്ടാ, എന്റെ കുഞ്ഞുങ്ങൾ എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഇനി ഇവിടെ ആരും ഒരു തരി മണ്ണ് പോലും തുള്ളിയിടുകയില്ല. ഇവരെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കുഞ്ഞ് സമാധാനമായിട്ട് പോ. മോനെ, മോനെ, നീനെവിടെ? ചേച്ചി തന്നെ വെച്ചോ. അവരുടെ നാട്ടിൽ പുതിയ വേലക്കാരി വരണുണ്ട്. അതുകൊണ്ട് എന്റെ അടുക്കൽ പോയിക്കൊള്ളാൻ പറഞ്ഞേ. കണ്ടോ? കാലുണ്ടെന്ന് പറഞ്ഞു. ശമ്പളം തീർത്താ തള്ളയുടെ കൈ കൊടുത്തയച്ചു. ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന കാണും
ഞാൻ വല്ലതും പറയുന്ന അവർക്ക് പിടിക്കുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം ഇന്ദുക്കുഞ്ഞിന് വീട്ടിൽ പോയി നിൽക്കും. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. നീ വിഷമിക്കണ്ട, ഇവിടെ ഒരു വാതി ഒഴിപ്പിക്കൽ നടത്താറുണ്ട്. അത് കഴിയുമ്പോ എല്ലാം നേരെ ആയിക്കൊള്ളൂ. വരട്ടെ മോളെ, വരട്ടെ മോനെ. അച്ഛാ കാപ്പി. എടാ ഒരുപാട് തേങ്ങാവെള്ളം കുടിക്കില്ലേ, വയറിളകും. അവൻ പൊങ്ങു വേണമെന്ന് പറഞ്ഞോണ്ട് നിൽക്കുക, ഞാൻ കൊടുത്തില്ല. മതി മതി, ഇവിടെ നിന്ന് അച്ഛൻ അതും കൊടുക്കും. വാ. ഈ കുഞ്ഞു വന്നിട്ട് കുറച്ച് ദിവസം ആയല്ലോ, അദ്ദേഹത്തെ ഇതുവരെ കണ്ടില്ലല്ലോ. ആ ബാലേന്ദ്രന്റെ ജോലി തിരക്കായിരിക്കും. ഇനി വല്ല പിണങ്ങിയ മറ്റോ പോന്നാണോ? പോടാ, അവര് തമ്മിൽ പിണങ്ങാനോ? അന്ന് കാക്ക മലന്ന് പറക്കും. എന്റെ മോളെ ഞാനാടാ വളർത്തിയത്. ഞാൻ ഫുൾ. ഞാൻ നിൽ. നിങ്ങളോ? ഞാനും ഫുള്ള. കണ്ട കാശ് തരണം. ഒരു 100 രൂപ കടണ്ട. കാശില്ലെങ്കിൽ കളിക്കണ്ട, എല്ലാവരും വെക്കണം. വെക്കണം. കാശില്ലെങ്കിൽ കളിക്കണ്ടെന്ന് വേണ്ട, പ്രശ്നം തീർന്നല്ലോ. മക്കള് പഠിക്കാണോ? ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു കണക്കിട്ട് തരാം, ചെയ്യ. 1000 മാക്രിക്ക് 1/2 പൂക്കറി. എന്നാ ഒരു പൂക്കറിക്ക് എത്ര മാക്രി? ചെയ്യാൻ സജിമോനെ നമ്മള് മുറി പോയിരുന്നു പഠിക്കും. അതെന്താ കുമാരൻ നീ പിള്ളേരെ പറഞ്ഞു വിട്ടത്? നിങ്ങൾ അവരെ പഠിപ്പിക്കണ്ട. എന്നാ നിന്നെ പഠിപ്പിക്കാം. ഇരിക്കെ. എനിക്ക് പഠിക്കണ്ട. വേണ്ടെങ്കിൽ വേണ്ട, എനിക്കെന്റെ മുറി വരെ ഒന്ന് പോണം. കാറ് വിളിക്കണോ? വേണ്ട വേണ്ട, എനിക്ക് ഞാൻ കൊണ്ടേയാക്കാം. വേണ്ട വേണ്ട, നീ മൂന്നാമനത്തേക്ക് നടക്കുന്നവന് എന്താ പോക്കണ്ട. എന്റെ ഭാര്യ വെക്കും മന്ദാകിനി. മന്ദാകിനി മോശം. ഇവർക്ക് ചെവി കേൾക്കൂലേ? നിങ്ങൾ എന്തിനാണ് കിടന്ന് വലിച്ചു കയറുന്നത്? എന്നോട് പൊക്കടി, എനിക്ക് മുറിയിൽ പോണം. എനിക്കിപ്പോ സൗകര്യപ്പെടില്ല. വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം. എന്നാ അവിടെ തന്നെ കിടന്നോ.